ഹലോ, ഞാനും ഉണ്ണിയും കൂടെ കുളുക്കുമല പോയപ്പോൾ എടുത്തൊരു വീഡിയോയാണിത്. ഞങ്ങൾ KSRTC ബസ്സിനാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയത്. അപ്പോൾ ഈ പ്ലേസ് ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തന്നത് എൻ്റെ അനിയത്തിയാണ്. അവൾ ഫ്രണ്ട്സായിട്ടും അല്ലാണ്ട് സോളോ ആയിട്ടൊക്കെ ഇടയ്ക്ക് ട്രിപ്പ് പോകാറുണ്ട്. അപ്പോൾ അവൾ പോയതിൽ വെച്ച് വൺ ഓഫ് ദ മോസ്റ്റ് അടിപൊളിയായിട്ടൊരു പ്ലേസ് ആണ് അവൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളിവിടെ പോകുന്നത്. കുറച്ച് നാൾ മുന്നേ ആയതുകൊണ്ട് തന്നെ എനിക്ക് യൂട്യൂബ് ചാനലൊന്നും ഞാനപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പം വീഡിയോ എടുക്കണമെന്ന് വെച്ചിട്ട് എടുത്ത വീഡിയോസ് അല്ല കേട്ടോ, ഫോണിലല്ലാണ്ട് റാൻഡംലി എടുത്ത വീഡിയോസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കുറേയൊക്കെ ഷോർട്സ് മിസ്സിങ് ആയിട്ടുള്ളത്. മൂന്നാർ ഐവ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാമ്പിംഗ് ലൊക്കേഷനാണ്. പെർ ഹെഡ് വരുന്നത് 1750 ആണ്. നമ്മളവിടെ ചെന്നിറങ്ങുമ്പോൾ തൊട്ടുള്ള പിക്കപ്പും എല്ലാം അവർ തന്നെയാണ് നമുക്ക് അറേഞ്ച് ചെയ്ത് തരുന്നത്. നമ്മൾ അവിടെ എത്തി വൈകുന്നേരത്തെ ഒരു ചായയും കുടിച്ചിട്ട് അടുത്തുള്ള മലയിൽ ട്രക്കിങ്ങിന് ഇറങ്ങിയതാണ് അവിടുത്തെ സൺസെറ്റ് കാണാനായിട്ട്. നമ്മുടെ കൂടെ വേറെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അത്യാവശ്യം നടക്കാനുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അവിടെ എത്തിയപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ടയേർഡായി. നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് നടന്ന് കയറി വന്നതിന് മാത്രം ഉണ്ട് കേട്ടോ മേളിൽ നിന്നുള്ള വ്യൂ. നമുക്ക് താഴെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം കുറേ മലകളുണ്ട്, പിന്നെ ഇങ്ങനെ നദി പോലെ ഒഴുകുന്നുണ്ട്, ചെറിയ ചെറിയ പ്ലാന്റേഷൻസ് ഉണ്ട്, വീടുകളുണ്ട്, ദൂരെയായിട്ട് കുറച്ച് റിസോർട്ട് ഉണ്ട്. ശരിക്കും ഒറിജിനലി ഉള്ള അത്രയും ആ ഒരു ഭംഗി ഈ വീഡിയോയിൽ വന്നിട്ടില്ല കേട്ടോ. ശരിക്കും ഈ ഒരു മൗണ്ടനിലല്ല കേട്ടോ സൺസെറ്റ് കാണാൻ വേണ്ടി പോകുന്നത്. അവിടെ വേറെ കുറേ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുപാട് നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ അവിടെ ദൂരെയുള്ളൊരു മൗണ്ടനിലാണ് പോയത്. അപ്പോൾ നമുക്ക് അത്രയും നടക്കാനൊന്നും വയ്യാത്തതുകൊണ്ടാണ് നമ്മളുടെ അടുത്തുള്ളൊരു മൗണ്ടനിൽ വന്നത്. നമ്മളങ്ങനെ കുറേ നേരം അവിടുത്തെ കാഴ്ചകളും ഒക്കെ കണ്ടിരുന്ന് നമ്മൾ സൺസെറ്റും കഴിഞ്ഞിട്ടാട്ടോ അവിടെ നിന്ന് തിരിച്ചു വന്നത്. നമ്മൾ തിരിച്ചെത്തി ഫ്രഷായി വന്നപ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവിടെ ദൂരെ ഒരു മൗണ്ടൻ ഉണ്ട്, അപ്പോൾ അവിടെ കുറച്ച് ഗ്യാങ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പോയ ആൾക്കാരും ഒക്കെ തിരിച്ചു വന്ന് അപ്പോഴത്തേക്കും പിന്നെ ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ അത്യാവശ്യം കുറച്ച് നേരം കൂടുതൽ ക്യാമ്പ് ഫയറിൻ്റെ അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കാരണം ചെന്നപ്പോൾ എല്ലാവരും തന്നെ സ്ട്രേഞ്ചേഴ്സ് ആയിരുന്നെങ്കിലും ക്യാമ്പ് ഫയർ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്നു. ക്യാമ്പ് ഫയർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല ഞാനിത് പ്രിപ്പയർ ചെയ്തെടുത്ത വീഡിയോ ഒന്നും അല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഫുഡിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ. ഗീ റൈസും ഗ്രിൽഡ് ചിക്കനും സാലഡും ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് എത്ര തവണ വേണമെങ്കിലും എടുത്ത് കഴിക്കാമായിരുന്നു. കാരണം നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അവിടുത്തെ ചേട്ടന്മാർ വന്നിട്ട് ഇനിയും വേണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പോയി കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ വെളുപ്പിന് 4 മണിക്ക് തന്നെ നമ്മൾ റെഡി ആയിട്ട് സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് പോയി. അങ്ങോട്ട് ജീപ്പിലാട്ടോ പോയത്. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഓഫ് റോഡാണ് പോകുന്നത്, പിന്നെ സൈഡിൽ ഫുള്ള് കൊക്കയാണ്. അപ്പം ഇപ്പം മറി എന്നുള്ള രീതിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അതും ടാറ്റയുടെ ടീ പ്ലാന്റേഷൻ കയറിയിട്ടാണ് പോയത്. ഏറ്റവും മേളിൽ വരെ ജീപ്പ് പോകില്ല കേട്ടോ, ഒരു പോയിന്റ് വരെ ജീപ്പ് പോകത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് മേലോട്ട് നടന്നാട്ടോ കയറേണ്ടത്. നമ്മളങ്ങനെ മേളിലെത്തി കുറച്ച് കൂടുതൽ സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ സൺറൈസിന് വേണ്ടിയിട്ട്. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും ബ്രീത്തിങ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയണമെന്ന്. പക്ഷേ ആർക്കും തന്നെ അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെ നിന്നിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് താഴെ വന്ന് ജീപ്പിൽ കയറിയിട്ട് നമ്മുടെ ക്യാമ്പിംഗ് സൈറ്റിലേക്ക് വന്നു. നമ്മൾ തിരിച്ചു വരുന്ന വഴി നേരം എടുത്തിട്ടുള്ള കാരണം പോയതിനേക്കാട്ടും ഭംഗിയായിരുന്നു കേട്ടോ വഴിയിലുള്ള സീനറീസ് കാണാനായിട്ട്. ഞങ്ങൾ അങ്ങനെ ക്യാമ്പിംഗ് സൈറ്റിൽ തിരിച്ചെത്തി. അവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അവർ തന്നെ നമ്മളെ ബസ് സ്റ്റോപ്പിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്ത് കേട്ടോ. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.